ഹായ് എവരി വൺ, വെൽക്കം ടു വൈറ്റ് ഹാമർ കിച്ചൺ. ഞാൻ സുധീർ, ഇവിടെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാൻ പോവുകയാണ്. ആ ഡിഷിൻ്റെ പേരാണ് മച്ച്ലി ചാർമിനാർ. ഇറ്റ്സ് ബേസ്ഡ് ഒരു ഹൈദരാബാദ് ബേസിക് ഡിഷാണ്. കുറച്ചൊരു ലിറ്റിൽ ഡിഫറെൻറ്റ് മസാലാസ് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഒരു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണത്. ഇതിൻ്റെ നെയിമാണ് മച്ച്ലി ചാർമിനാർ. എല്ലാ ഫിഷും ഇവിടെ നമുക്ക് കേരളത്തിൽ സുപരിചിതമായ കരിമീനാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ബോൺലെസ്സും ബോൺസും നെയ്മീൻ ഏത് ഫിഷ് വേണമെങ്കിലും നിങ്ങളുടെ ഇതിൽ ഉപയോഗിക്കാം. ഇത് നല്ലവണ്ണം വിനാഗിരിയിലും ലെമൺ ജ്യൂസും സോൾട്ടും ഒക്കെ ആയിട്ട് കഴുകിയെടുത്ത മീനാണ്. അതിൽ ഞാൻ ആദ്യം മാരിനേഷനിലോട്ട് പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് സം ചോപ്പ് ജിഞ്ചർ, കുറച്ച് ഗാർലിക് പേസ്റ്റ്, ഫ്രഷ് ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില്ലി പൗഡർ ഉപയോഗിക്കാറില്ല. ഫ്രഷ് ചില്ലിയും പിന്നെ കുറച്ച് ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലി സോക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി വിനാഗിരിയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചില്ലിയിൽ ആഡ് ചെയ്യുകയാണ്. സാധാരണ എല്ലാ ഞങ്ങളുടെ മീനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ലെമൺ യൂസ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുകയാണ് ടാമറിൻ പൾപ്പ്. ഓക്കെ, ഇച്ചിരി ടാമറിൻ പൾപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ലിറ്റിൽ ഓയിൽ, നോട്ട് മച്ച്, ലിറ്റിൽ ഓയിൽ ഇതിലോട്ട് യൂസ് ചെയ്യുകയാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യുക. സോ ലിറ്റിൽ പുട്ട് സോൾട്ട് ആസ് വെൽ. ഓക്കെ, നല്ലവണ്ണം മാരിനേറ്റ് ചെയ്തിട്ട് സോ ഐ മാരിനേറ്റ് ദിസ് ഫിഷ്. ഓക്കെ, മീൻ റെഡിയാണ്. നമുക്ക് ഇച്ചിരി സമയം ഒന്ന് ഒരു ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫോർ 15-20 മിനിറ്റ്സ്. സോ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നല്ലവണ്ണം റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. വെരി ലിറ്റിൽ ഓയിൽ, ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതല്ല, ഗ്രില്ല് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ നല്ലവണ്ണം പിടിക്കത്തക്ക വിധത്തിൽ തന്നെ പിന്നെ ഗ്രില്ല് ചെയ്യുക. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിൽ ഇത് സെർവ് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജ്വൈനി ചപ്പാത്തി, ലിറ്റിൽ അജ്വൈൻ എന്ന് പറഞ്ഞാൽ ഓമം, എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ എള്ള്, ബ്ലാക്ക് തിൽ, ഇത് രണ്ടും ഇതിൽ യൂസ് ചെയ്ത് സാധാരണ ഗോതമ്പ് മാവിൽ നല്ലവണ്ണം ഇച്ചിരി സോൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി. ഈ ചപ്പാത്തിയുടെ മുകളിൽ ഇച്ചിരി സലാഡും വെച്ചിട്ട് ഈ ഫിഷ് സെർവ് ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഫിഷ് ഗ്രില്ലായെന്ന് നോക്കാം. ഒരു സൈഡ് ഗ്രില്ലായി കഴിഞ്ഞ്. സോ ഇതിൽ മേജറായിട്ട് വരുന്ന ഫ്ലേവർ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷ് ചില്ലിയുടെയും ചില്ലി പേസ്റ്റിൻ്റെയും പ്ലസ് ടാമറിൻ വാട്ടർ, ടോട്ടലി ഡിഫറെൻറ്റ്. നോർമലി നമ്മുടെ എല്ലാവരും പിന്നെ ലെമനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അതിന് വേണ്ടി ടാമറിൻ ഉപയോഗിക്കുന്നു. പിന്നെ ചപ്പാത്തിയിൽ ഒരു പ്ലെയിൻ ചപ്പാത്തി ഞങ്ങൾ മാറ്റിയിട്ട് അതിൽ ഇച്ചിരി എള്ളും അജ്വൈനും ആഡ് ചെയ്യുന്നുണ്ട്. സോ രണ്ട് ഭാഗവും നല്ലവണ്ണം ഗ്രില്ലായി കഴിഞ്ഞ് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഞങ്ങളുടെ എങ്ങനെ വേണമെങ്കിലും ചപ്പാത്തി വയ്ക്കാം. ഞങ്ങളുടെ മീനിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വിഭവം റെഡിയായി കഴിഞ്ഞു. മച്ച്ലി ചാർമിനാർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിൽ ജസ്റ്റ് സലാഡ് വെച്ച് ഇതിനിങ്ങനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സലാഡും ഞങ്ങളുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ചപ്പാത്തിയും റെഡിയാണ്. ഈ ചപ്പാത്തിയുടെ മുകളിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ അതിൽ ലെമന് പകരം ഞങ്ങൾ ടാമറിൻ സോസാണ് ഉപയോഗിക്കുന്നത്. ചില്ലി പൗഡർ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ഗോവാട്ടറിയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്.